വാലന്റൈൻസ് ഡേക്ക് തൊട്ട് മുന്നേ ഓടി പിടിച്ച് വന്നിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. കാരണം റോസ് മിൽക്ക് ബ്രൗണി എന്ന് പറയുമ്പം എത്ര പേര് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ചോക്ലേറ്റ് ബ്രൗണീൻ്റെ അത്രത്തോളം ഒന്നും അതങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സംഭവം അടിപൊളിയാണ്. ഒരു എന്താ പറയുക, കപ്പിൾസിനിടയ്ക്ക് കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് അവരെ ആ ഒരു സ്നേഹത്തിനെ കുറച്ചും കൂടി ഒന്ന് അടിപൊളിയാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. ചോക്ലേറ്റ് ഫ്ലേവർ പോലെയല്ല, ആ ഒരു റോസ് മിൽക്കിൻ്റെ സ്മെല്ലും അതിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടി ആവുന്നേരം ശരിക്കും പ്രണയാതുരമാവുക എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു ടേസ്റ്റാണ്. ഉറപ്പായിട്ടും ചെയ്തു നോക്കാം. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഞാനിതിൽ കാണിക്കുന്നത് നമ്മളെ 2 കോഴിമുട്ട വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ നിങ്ങൾക്കത് എല്ലാ അളവുകളും പകുതി എടുത്തിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവുകൾ എങ്ങനെയാണെന്നുള്ളത് ഞാനിതിൽ എഴുതി കാണിക്കാം. ഇതിപ്പോൾ എന്തിനാണ് ഇങ്ങനെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എഴുതി കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെറിയ 6 ഇഞ്ചിൻ്റെ ഹാർട്ട് ഷേപ്പ് മോൾഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇതൊരൊറ്റൊന്നായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. ഇതൊരു 300 ഗ്രാമിൻ്റെ അളവാണ് ഞാനിപ്പോൾ എഴുതി കാണിച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് 600 ഗ്രാമിൻ്റെ വെയിറ്റ് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ 300 ഗ്രാം ആർക്കെങ്കിലുമൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റ് വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ അളവും കൂടെ എഴുതി കാണിച്ചത്. പിന്നെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ അളവിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു നല്ല റിഫൈൻഡ് ഓയിലും അതേ അളവിൽ തന്നെ ചേർത്തിട്ട് ഈ ബ്രൗണി തയ്യാറാക്കാം കേട്ടോ. അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കുന്ന സമയത്ത് മേൽഭാഗത്ത് ഈ ഒരു സ്കിന്നൊക്കെ ഇങ്ങനെ തന്നെ വരും, പക്ഷേ കളറിൽ ചെറിയൊരു ചേഞ്ച് വരും, അത്രയേ ഉള്ളൂ. ഈ ഒരു കുറഞ്ഞ അളവാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 ഗ്രാമിന് നിങ്ങൾക്കൊരു 320 രൂപ ഏറ്റവും കുറഞ്ഞത് വാങ്ങിക്കാം കേട്ടോ. ഇതൊരു ഹാമ്പറായിട്ടൊക്കെ ചെയ്യാം. അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. ഇടയ്ക്കൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ കമൻറ്റിൽ വന്ന് ചോദിച്ചാൽ നല്ല അടി കിട്ടും. ഈ വാലന്റൈൻസ് ഡേക്ക് നിങ്ങളിത് ഓഫർ പ്രൈസൊക്കെ ഇട്ടിട്ട് സെയിൽ ചെയ്ത് അടിപൊളിയാക്കും കേട്ടോ. എനിക്ക് എന്തായാലും ഓർഡർ കിട്ടാൻ പോകുന്നില്ല. ഒരു കോമഡി ഞാൻ പറയാം. എനിക്കൊരു ഓർഡർ വാലന്റൈൻസ് ഡേക്ക് അറിയാത്ത നമ്പറിൽ നിന്ന് വന്നു കേട്ടോ. എനിക്ക് അറിയാത്ത ഒരാൾ ഇന്നടുത്ത് എത്തിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് സംഭവം സെറ്റാക്കി. പക്ഷേ ആ സമയത്ത് കൃത്യസമയത്ത് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല, അവർക്ക് വന്ന് വാങ്ങാനും പറ്റിയില്ല. അവസാനം ഇത് കറങ്ങി തിരിഞ്ഞ് അത് ഒറിജിനലി ആരാണോ എൻ്റെ അടുത്ത് ഓർഡർ തന്നത് അവർ തന്നെ വന്ന് വാങ്ങേണ്ട അവസ്ഥ വന്നു. കാരണം വേറെ ഒന്നുമില്ല, ഇതൊക്കെ നല്ല നാട്ടുമ്പുറമാണ്, എല്ലാവരും പരസ്പരം അറിയുന്നവരാണ്. അപ്പോൾ അവർക്കൊരു ചമ്മൽ, എനിക്കൊരു അഫെയർ ഉണ്ട് എന്നൊക്കെ പറയാനുള്ള ഒരു ചമ്മൽ കാരണം. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വാലന്റൈൻസ് ഡേക്ക് ഓഫർ ഇടാറില്ല. ഇവിടെ ഇപ്പം നമ്മൾ 7 ഇഞ്ചിൻ്റെ ടിന്നാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ബട്ടർ പേപ്പർ ഇടുന്നത് ഈ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒന്ന് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് പലരും ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ബട്ടർ പേപ്പർ ഇതിന് ഇട്ട് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ സ്ക്വയർ ടിൻ ആവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലോട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ കോമഡി വീഡിയോ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൾ വന്നു, കവിത ചേച്ചി വിളിച്ചു. നമ്മളെ യൂട്യൂബ് ചാനൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ചേച്ചി വിളിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ ശരിക്കും എൻ്റെ അടുത്ത് അബദ്ധങ്ങൾ കുറേ പറ്റി കേട്ടോ. പക്ഷേ അബദ്ധം പറ്റിയാലും കുഴപ്പമില്ല, നല്ല ഗുണമുള്ള കുറേ അഡ്വൈസും കുറേ എന്താ പറയുക, നല്ല ഒരുപാട് സന്തോഷമായി കേട്ടോ. നമ്മുടെ ഒരു വെൽവിഷർ ആയിക്കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു തന്നു. ഓക്കെ, ഞാൻ ഈ റെസിപ്പിയും കൂടെ പറയാം, കഥ മാത്രമായി പോവണ്ട. 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തത്. ഇതാണ് ഞാൻ ചെയ്ത അബദ്ധം. ഈ ബട്ടറിലോട്ട് നമ്മൾ ചേർക്കേണ്ടത് പഞ്ചസാര പൊടിച്ചതായിരുന്നില്ല, വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ, പണി കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ നിങ്ങളോട് എന്തിനു മറച്ച് വെക്കുന്നത് കാണിച്ചു തരാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, പഞ്ചസാരയല്ലേ, മധുരമല്ലേ. ഞാൻ ആ പഞ്ചസാരേനെയും ബട്ടറിനെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ആ പഞ്ചസാരേനെ അവിടെ വെച്ചിട്ട് ലാസ്റ്റ് കത്തി കൊണ്ട് ഇതുപോലെ ആ ബട്ടറിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിൻ്റെ മുകളിൽ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള പൗഡറൊക്കെ തട്ടി താഴെ ഇട്ടിട്ട് എന്നിട്ട് ബട്ടറിനെ നമ്മൾ മാറ്റി വെച്ച്, എന്ത് ചെയ്യാനാ, പണി കിട്ടിയാൽ പിന്നെ വീണെടുത്ത് കിടന്ന് ഉരുളല്ലേ, വേറെ നിർത്തിയില്ലല്ലോ. അങ്ങനെ ബട്ടറിനെ മാറ്റി വെച്ചു, പഞ്ചസാര വേറെയായി. പഞ്ചസാര ഇപ്പോൾ അങ്ങോട്ടിരി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് 150 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഏകദേശം ഒരു 3/4 കപ്പ് ബട്ടറൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അത് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ.
അപ്പോൾ 150 ഗ്രാം അളന്നെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ഇതാ ഈ ഒരു മെല്ലോടെയൊക്കെ ഇതാ വാങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഓരോരോ ബാറുകളായിട്ടാണ് വരിക. ആ ബാറിൻ്റെ കൂടെ ഒരു പൊടിക്ക് ഒരു ഇത്തിരിയും കൂടെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മേലെ വെച്ച് കണ്ടില്ലേ, അത്രയും കട്ട് ചെയ്ത് മേലെ വെച്ചാലും മതി. അപ്പോൾ അതിനെ നമുക്കൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ മെൽറ്റ് ചെയ്തിട്ടെടുക്കണം. അതായത് ബട്ടറിനെയും വൈറ്റ് ചോക്ലേറ്റിനെയും മെൽറ്റ് ചെയ്യണം. മെൽറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂട് കൂടിപ്പോയിട്ട് വെന്ത് പോവും. ഈ ഒരു ചോക്ലേറ്റ് വെന്ത് പോകുമ്പം ആകെപ്പാടെ പണി കിട്ടും. അപ്പം കുറച്ചൊന്ന് ചൂടായി മെൽറ്റായി തുടങ്ങുമ്പോൾ തന്നെ ആ പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ പെട്ടെന്നായിക്കോളൂ കേട്ടോ. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് 1/4 കപ്പാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്. 1/4 കപ്പ് എടുത്തിട്ട് പൊടിച്ചതാണേ, അല്ലാതെ പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം 1/4 കപ്പല്ല. മനസ്സിലായില്ലേ? അതിലോട്ട് 2 കോഴിമുട്ട, മീഡിയം സൈസിലുള്ള 2 കോഴിമുട്ട എടുത്തു. 1 ടീസ്പൂൺ വാനില എസൻസും, പിന്നെ നമുക്ക് റോസ് മിൽക്കിൻ്റെ എസൻസ് കിട്ടും, മിക്സ് കിട്ടും, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതിലേതായാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് ഇതിൻ്റെ ഒരു ഫ്ലേവർ കൂടിപ്പോകുമോ എന്നൊക്കെ തോന്നും. കേക്കിലാണെങ്കിൽ അത് കൂടിപ്പോയ പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് 1 ടീസ്പൂൺ മസ്റ്റായിട്ടും വേണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത്ര താല്പര്യമില്ലേ കുറച്ചൊന്ന് കുറയ്ക്കാം. എന്നാലും ആ ഒരു നമ്മളെ പേര് തന്നെ റോസ് മിൽക്ക് ബ്രൗണി അല്ലേ, അപ്പോൾ പിന്നെ അത്രയും വേണം. ഇനി നമ്മളത് അതിനെ മിക്സ് ചെയ്തു. എല്ലാം പഞ്ചസാരയൊക്കെ റെഡിയായി മെൽറ്റായതിന് ശേഷമാണ് മൈദ ചേർക്കുന്നത്. മൈദ നമ്മൾ 1 കപ്പ്, 1 കപ്പ് മൈദയാണ് കേട്ടോ. 250 ml ആണ് 1 കപ്പ്. അപ്പോൾ അതിൽ ഒരു 120 ഗ്രാമിനടുത്താണ് ഫ്ലോർ വരുന്നത്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ കവിത ചേച്ചി ഫോൺ വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരുന്നത്. അതേ സമയമാണ് അതേ അബദ്ധങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ആയതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ആ ഉരുക്കി വെച്ചിട്ടുള്ള ബട്ടറും ചോക്ലേറ്റും ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ, ആ പഞ്ചസാരയും ഇതൊക്കെ കൂടെ മുട്ടയൊക്കെ കൂടെ ഒന്ന് പഞ്ചസാര മെൽറ്റ് ആവണം. അല്ലെങ്കിൽ പിന്നെ മേൽഭാഗത്ത് ഒരു ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥ, അതെല്ലാവരും പറയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന അതേ സമയത്ത് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. 200 ഡിഗ്രി സെൽഷ്യസിൽ 2 കോയിലും ഓണാക്കിയിട്ടാണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. അപ്പോൾ വലിയ ഓവൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കോയിലും ഓണാക്കി തന്നെ ബേക്ക് ചെയ്തോ. കുഞ്ഞു ഓവനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ 22 ലിറ്ററിൻ്റെ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രീഹീറ്റ് ആയതിന് ശേഷം പിന്നെ ഞാൻ അത് താഴത്തെ കോയിൽ മാത്രം എന്നുള്ള രീതിയിലേക്ക് സെറ്റിങ്സ് മാറ്റിയിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഓരോ ഓവൻ്റെയും വലുപ്പത്തിനൊക്കെ അനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടും കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്ക്വയർ വെച്ചിട്ടൊന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കവിത ചേച്ചിയുടെ കാര്യം പറഞ്ഞല്ലോ, വിദാസ് കിച്ചൺ എന്നാണ് ചേച്ചീൻ്റെ ഇതൊക്കെ പറയുന്നത്. 15 വർഷമായിട്ട് ബേക്കിങ്ങിലുള്ളതാണ് കേട്ടോ. ഒരു സമാധാനം ഉണ്ട്, എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ ചേച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കേക്ക് ബ്രൗണി നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ താഴത്തെ കോയിൽ മാത്രം ഓണാക്കിക്കൊണ്ട് ഒരു 10-20 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത്. 20 മിനിറ്റ് കറക്റ്റ് ആകുമ്പോഴത്തേക്കും, ഒരു 18 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രൗണി സെറ്റായി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ റോസ് മിൽക്കിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് അറിയാലോ, ആ ഒരു പനിനീരിൻ്റെ പരിമളം. അങ്ങനെ ബ്രൗണിയൊക്കെ സെറ്റായി വന്നതിന് ശേഷം നമ്മളതെടുത്തു. ജസ്റ്റ് ഒന്ന് തണിയാൻ വെച്ചതിന് ശേഷമാണ് ബട്ടർ പേപ്പറോട് കൂടി അതെടുത്ത് മാറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ വിള്ളൽ വീഴാനും എന്താ പറയുക, ബ്രൗണി അങ്ങനെയാണല്ലോ, അതിൻ്റെ ഒരു ടെക്സ്ചർ അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ അത്യാവശ്യം ഒന്ന് തണുത്തതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ടാവും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ പകുതി മെഷർമെൻ്റ് എടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ 4 കഷ്ണാക്കി കട്ട് ചെയ്യുമ്പം കറക്റ്റ് സൈസായിരിക്കും, നമുക്ക് സെയിൽ ചെയ്യാൻ പാകത്തിനുള്ള കറക്റ്റ് സൈസായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ആദ്യം ഇങ്ങനെ കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൽ നല്ലത് നിങ്ങൾക്ക് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യാതെ 3 ആക്കി കട്ട് ചെയ്യൂലേ, നടുവിൽ കട്ട് ചെയ്യാണ്ട് അങ്ങനെ കട്ട് ചെയ്യുന്നതായിരുന്നു കേട്ടോ നല്ലത്. കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇങ്ങനെ കട്ട് ചെയ്ത് പോയി. ഇത് സെയിലൊന്നുമല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് വീഡിയോ ഇട്ട് കാണിച്ചു തരാൻ വിചാരിച്ചു. വാലൻറ്റൈൻസ് ഡേ ഒക്കെ അല്ലേ വരുന്നേ, അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പെട്ടെന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനെ പിന്നീട് ഞാൻ ഒന്നും കൂടെ ചെറുതാക്കി. ഇത് അത്യാവശ്യം നല്ല വലുപ്പമായി പോയി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാത്തുനിന്നും ഓരോരോ 4 പീസാക്കി വീണ്ടും കട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് ഒക്കെ വരുന്നത് 600 ഗ്രാമാണ് ഇതുള്ളത്.
അപ്പോൾ നിങ്ങൾ എങ്ങനെ സെയിൽ ചെയ്യാൻ റേറ്റും കാര്യങ്ങളൊക്കെ അവസാനം നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതിന് ടെക്സ്ചറൊക്കെ ഭയങ്കര നല്ല, കാണാനൊക്കെ നല്ല നീറ്റാണ് കേട്ടോ. കാണുമ്പം നല്ല വായിൽ വെള്ളം വരുന്നൊരു ടൈപ്പ് സ്മെല്ലും കാഴ്ചയ്ക്കും അടിപൊളിയാണ്. വീഡിയോയിൽ പക്ഷേ അതിൻ്റെ കളറ് കറക്റ്റ് കിട്ടിയില്ല. അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഫോട്ടോഷൂട്ടൊക്കെ നടന്ന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വായിൽ വെച്ചത്. ഭയങ്കര ടേസ്റ്റ്. ശരിക്കും ഒരു ബ്രൗണി എന്ന് പറയുമ്പോൾ സാധാരണ നമുക്കൊരു ചോക്ലേറ്റ് ആണല്ലോ മനസ്സിൽ വരിക. പക്ഷേ ഈ ഒരു ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ റൊമാൻറ്റിക് ടേസ്റ്റ് എന്ന് തന്നെ പറഞ്ഞത് കേട്ടോ. ശരിക്കും ഇത് കഴിക്കുമ്പം ഒന്നാമത് നമുക്ക് പനിനീർപ്പൂ മണക്കുമ്പം അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അത് കഴിച്ച് നോക്കിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യ്, ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ യോഗയ്ക്ക് വന്ന് അവർക്കൊക്കെ നമ്മൾ കേക്ക് ബ്രൗണി കൊടുത്തു, മക്കൾക്കൊക്കെ കൊടുത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എൻ്റെ ശാന്ത മോള് സത്യം സത്യം പോലെ പറയും. അപ്പോൾ അവൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഇനിയും തരുമോ ചോദിച്ചപ്പോൾ എനിക്ക് സമാധാനമായി. ഇഷ്ടമല്ലെങ്കിൽ അവൾ ഇഷ്ടമില്ല എന്ന് തന്നെ പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ബോക്സ് വാങ്ങിക്കാം. ഗിഫ്റ്റ് ഹാമ്പറൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ വാങ്ങിക്കാം. പിന്നെ ഒരു അടിപൊളി ഒരു ബോക്സ് ഉണ്ട്, അത് ഞാൻ കിട്ടുവാണെങ്കിൽ ഫോട്ടോ വീഡിയോൻ്റെ മേലെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ബോക്സിന് 100 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇതിൽ കുറഞ്ഞ് കിട്ടുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇങ്ങനത്തെ ബോക്സിൽ നമ്മളിതിങ്ങനെ വെച്ചിട്ട്, ഇതിപ്പോൾ ബ്രൗണി കട്ട് ചെയ്തത് വലിപ്പം കുറഞ്ഞു കിട്ടാം, കറക്റ്റ് ഷേപ്പിലൊക്കെ കട്ട് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ സെറ്റ് ചെയ്യാം, എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഫ്ലവർ. ഇതിൻ്റെ ഈ ഒരു വൈറ്റിൻ്റെ റെഡ് കിട്ടും കേട്ടോ. റെഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. പിന്നെ ചോക്ലേറ്റ്, ഡയറി മിൽക്ക് വെക്കാം. ഇതൊക്കെയല്ലേ വാലൻറ്റൈൻസ് ഡേക്ക് വേറെ എന്തൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഒരു ഹാമ്പർ ആക്കിയിട്ട് ആ ഒരു ഹാമ്പറിന് ഓഫറൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും വാലൻറ്റൈൻസ് ഡേൻ്റെ ഓഫർ കിട്ടൂല കേട്ടോ, അതായത് ഓർഡർ കിട്ടൂല. കാരണം ഞാൻ പക്കാ നാട്ടിൻപുറത്താണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കെല്ലാവർക്കും പരസ്പരം അറിയുന്ന ആൾക്കാരല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് മിക്കവാറും ഒരു പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കുമല്ലോ ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടാവാം കൂടുതലും. അപ്പോൾ അവരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കേക്കിന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു നോട്ടം നോക്കുമല്ലോ, എന്താ ആർക്കാ, അതുകൊണ്ടായിരിക്കും എനിക്ക് ഓർഡർ കിട്ടാറില്ല കേട്ടോ. വാലൻറ്റൈൻസ് ഡേൻ്റെ എന്ന് പറഞ്ഞിട്ട് ഓർഡറൊന്നും കിട്ടാറില്ല. അപ്പോൾ ഞാനിതെന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇത് 14-ാം തീയതി എടുത്തിട്ട് ഏട്ടന് കൊടുക്കാം, സുധിയേട്ടന് കൊടുത്ത് ഞങ്ങൾ വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കുന്നതായിരിക്കും ഗൈസ്. വോയിസിന് ശാന്ത എക്കോ വിടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വോയിസൊക്കെ നിർത്തി. ടാറ്റാ ബൈ ബൈ, സി യു.